ഞാൻ. അപ്പോ അവരുടെ ഒരു കാഴ്ചപ്പാട്, നിലപാട് എല്ലാം വളരെ പരാതി നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു ജീവിതത്തിൽ എനിക്കൊരു സന്തോഷവുമില്ല, അതുകൊണ്ട് നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടുക. അപ്പൊ അവരോട് ചേരുവാൻ ഒരു മകൾ തയ്യാറാകുന്നുണ്ട്, ഓർഫ എന്ന് പറയുന്ന മകൾ. അവൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവർ കരഞ്ഞു പിഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. അപ്പോ ഈ ഒരു സ്ത്രീയെ വളരെ പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് സ്വന്തമായ നിലപാടുകളില്ലാത്തൊരു സ്ത്രീ, കുടുംബത്തിന്റെ ഭാഗമായി ഭർത്താവും മക്കളും തീരുമാനിക്കുന്നതനുസരിച്ച് പോകുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ ഉള്ള കയ്പുള്ള അനുഭവങ്ങളെപ്പറ്റി നിരന്തരമായി പരാതിപ്പെടുന്ന ഒരു സ്ത്രീയെ, സുരക്ഷിത ജീവിതത്തെപ്പറ്റി തന്റെ മക്കൾക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് ഉപദേശം നൽകുന്ന ഒരു സ്ത്രീയെ, നമുക്ക് തോന്നാം ഒരു വളരെ മാതൃകാപരമായ ഒരു സ്ത്രീയെ. വീട്ടിൽ എതിർപ്പുകളില്ലാതെ ഭർത്താവിനോടും മക്കളോടും ചേർന്ന് നടക്കുന്നു, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെപ്പറ്റി ഇങ്ങനെ പരാതിപ്പെടുന്നു, നല്ല ഉപദേശങ്ങൾ നൽകി മക്കളെ തിരിച്ചയക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് സമ്പത്തും സൗകര്യവും അന്വേഷിച്ചു പോയ ഒരു പരാജയപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഒരു പ്രതീകമായിട്ടും നമ്മളൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് മരുമകൾക്കുള്ളത്. റൂത്ത് ഓർഫയുടെ കൂടുതൽ തിരിച്ചു പോകുവാൻ അവർ തയ്യാറാകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായോഗികത്വമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഊന്നൽ കൂടുന്നത് ഒരു ആശയാധിഷ്ഠിത ജീവിതത്തെ പറ്റിയാണ്. പ്രായോഗികമായിട്ട് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, എങ്ങനെ സുരക്ഷിതമായി ജീവിക്കാമെന്ന് റൂത്ത് കാണുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? അവർക്കുള്ളത് തന്നെ ഒരു വളരെ ഐഡിയലായിട്ടുള്ള ഉട്ടോപ്യനായിട്ടുള്ള ജീവിത ദർശനമാണ്, ആദർശപരമായൊരു ജീവിതമാണ്. അവര് എന്ത് പറയുന്നു? നിന്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്, നിന്റെ മതം എന്റെ മതം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. ഇവിടെ വളരെ ദാർഢ്യമുള്ള ഒരു നിലപാട്, ആശയപരമായൊരു നിലപാടാണ്. കാരണം പ്രായോഗികത എന്ന് പറയുന്നതിനപ്പുറയായി ആശയപരതയോടുള്ള ഒരു വളരെ ശക്തമായ ഒരു നിലപാടാണ്, ഒരു സമീപനമാണ്. യേശുതമ്പുരാന്റെ സുവിശേഷം നമുക്കറിയാം, അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവരാജ്യമായിരുന്നു, അല്ലേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞ യേശുതമ്പുരാൻ ലോകത്തിലേക്ക് വരുന്നത്. അതെന്താണ് ഈ ദൈവരാജ്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു ചെല്ലുന്നൊരു സ്ഥലത്തെ പറ്റിയല്ല കർത്താവ് പറയുന്നത്. അത് നിങ്ങളിലാകുന്നു, നിങ്ങളുടെ ഇടയിലാകുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ദൈവരാജ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ദൈവരാജ്യം വരണമേ എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകണേ എന്നല്ല പറയുന്നത്. അതായത് ഈ ഒരു വർത്തമാനകാല ഒരു 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 പ്രതിഭാസമായിട്ടാണ് ദൈവരാജ്യത്തെ യേശുതമ്പുരാൻ പറയുന്നത്. അതെന്താണ്? നീതിയും സ്നേഹവും പങ്കുവയ്പ്പുമുള്ള ഒരു ജീവിതക്രമമാണ്, ഒരു പുതിയ ജീവിതക്രമം. അപ്പോ അങ്ങനെ ഒരു ജീവിതക്രമത്തെപ്പറ്റി ആണ് യേശുതമ്പുരാൻ പഠിപ്പിച്ചത്. തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ, തന്റെ അത്ഭുത സിദ്ധികളുടെ ഇതെല്ലാം അതിന്റെ സൂചകങ്ങളായിരുന്നു. യോഹന്നാൻ പറയുന്ന അത്ഭുതങ്ങൾ എന്നല്ല, അടയാളങ്ങൾ എന്നാണ്, ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളാണ്. ഉത്ഥിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചതാണ്. അപ്പോ യേശുതമ്പുരാന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രാഥമിക താല്പര്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്, ഒരു പുതിയ ലോകക്രമമാണ്. അതിനെ നമ്മൾ മറക്കുക, അല്ലേ? അതിനെപ്പറ്റി പറയാറില്ല. ഒരു നീതിയുള്ളൊരു സമൂഹത്തെപ്പറ്റി, പങ്കുവയ്ക്കുന്നതിനെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി ഇങ്ങനെയൊന്നും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ അധികം പറയാം. നമ്മൾ നോമ്പിന്റെ ഉപവാസത്തിന്റെ കാര്യമൊക്കെ പറയും. പക്ഷേ വളരെ പ്രാഥമികമായ ഒരു പുതുലോകത്തിന്റെ, ഒരു പുതിയ ലോകക്രമത്തെപ്പറ്റി നമുക്ക് പറയാൻ താല്പര്യമില്ല. അന്നേരം നമുക്ക് പങ്കുവെക്കേണ്ടി വരും. വളരെ അടിസ്ഥാനപരമായ പങ്കുവെപ്പുകളല്ലേ, അല്ലേ? യോഹന്നാൻ പറഞ്ഞു 2 ഉടുപ്പുണ്ടെങ്കിൽ 1 കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. ഇങ്ങനെ ഈ പങ്കുവെപ്പിന്റെ ഒരു പുതിയ ലോകക്രമത്തെ പറ്റിയുള്ള
ഈ സുവിശേഷത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമുക്കില്ല. കാരണം എന്താണ്? അത് പറഞ്ഞാൽ പറയാം അയാൾ കമ്മ്യൂണിസ്റ്റാന്ന് പറയും. കാരണം ദേഹത്ത് കൊള്ളാതെയുള്ള ഭക്തിയാണ് നമുക്കിഷ്ടം. ദേഹത്ത് കൊള്ളാതെയുള്ള വിശ്വാസവും മതജീവിതവും സഭാജീവിതവുമാണ്. പങ്കുവെക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന, അതാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അത് രാശിയ തലത്തിലുള്ള കാര്യമാണ്. നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അപ്പൊ അദ്ദേഹം ഇവിടെ മനുഷ്യനായി തീർന്ന് ജനിച്ചത് എന്തിനാ? ഈ ലോകത്തിന് പുതിയ ജീവിതം തുടങ്ങി വയ്ക്കാനാണ്. അതിന്റെ അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് വളരെ പ്രായോഗിക ക്രിസ്ത്യാനികളാണ് നമ്മൾ പല കാര്യങ്ങളും മരാമത്ത് പണി അങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ ആഘോഷമായിട്ട് പെരുന്നാൾ കഴിക്കുക, വലിയ പള്ളി പണി, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണില്ലെന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ അടിസ്ഥാനപരമായ സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പൊ സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്ന ഒരു പുതുജീവിതത്തിന്റെ സൃഷ്ടിയാണ്, ദൈവരാജ്യത്തിന്റെ സൃഷ്ടിയാണ്. അത് വളരെ ആശയപരമായി അതിനോട് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമായിരുന്നു പറയും. എന്താണ് പിന്നെ എന്ത് ക്രിസ്ത്യാനികളാണ് നമ്മൾ? അപ്പോ ആശയം ഉപേക്ഷിച്ച് പ്രായോഗികതയുടെ പുറത്ത് നടക്കുന്ന കാര്യം അന്വേഷിക്കുന്ന കാര്യമാണ്. ആശയങ്ങൾ പ്രായോഗികമാക്കുവാനാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ദൈവം മനുഷ്യനായി തീർന്നത് അല്ലേ? വചനം ജഡമായി തീരുന്നത് എന്താ? അത് ആശയങ്ങളുടെ പ്രായോഗികത്വത്തിന്റെ സൂചനയാണ്. ഗാന്ധി പറഞ്ഞതെല്ലാം നടക്കുന്നവരല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരും. എന്താണ്? അങ്ങേർക്ക് പറയാം, നമുക്ക് പ്രായോഗികമായിട്ട് നടത്തണം. അപ്പൊ ഈ പ്രായോഗികതയും ആദർശവും തമ്മിലുള്ള ഒരു ഭിന്നത എന്ന് പറയുന്നത് വളരെ കൂടുതലായി വരുന്നൊരു കാലഘട്ടമാണ്. ഇവിടെ അമ്മാവിയമ്മ പറയുന്നത്, നീ നിന്റെ ആൾക്കാർ കൂടുതൽ പോയി താമസിക്കും, ഞാൻ തിരിച്ചു പോട്ടെ, നിങ്ങൾക്കതാണ് സുരക്ഷിതം എന്നെല്ലാം പറയുക. ഇവൾ എന്താ പറയുന്നത്? നീ എൻ്റെ അമ്മയാണ്, നിന്റെ കൂടെയാണ് ജീവിതം, നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. അപ്പോ ആശയത്തോട് ചേർന്ന് നിന്ന് പ്രായോഗികതകളെ നിഷേധിക്കുവാനുള്ള കരുത്താണ് എന്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൂടെ. നടക്കുന്ന കാര്യം എന്ന് പറയുന്നതിനെ പറ്റിയല്ല, ആശയങ്ങൾ നടക്കുന്ന കാര്യം നമ്മുടെ സഭാ വ്യക്തി കുടുംബ ജീവിതത്തിൽ ആക്കി തീർക്കുന്നതാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ അഭ്യാസങ്ങളൊന്നും, ഭക്തി അഭ്യാസങ്ങളൊന്നും അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇവ പ്രസക്തി ഉണ്ടാകുന്നത് ഈ റൂത്തിനെ പോലെ തനിക്ക് എളുപ്പമായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് തന്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ താൻ കാണുന്ന ഒരു ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് എന്ന് കരുതുന്ന, അതിനുവേണ്ടി നഷ്ടങ്ങൾ സഹിക്കുന്ന, അതിനുവേണ്ടി പീഡനങ്ങൾ സഹിക്കുന്ന സമൂഹവും വ്യക്തിയും കുടുംബവുമായി തീരുവാൻ